പാലക്കാട്ടെ വോട്ടിന് പണം ആരോപണത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ പരാതി. ആലപ്പുഴയിലെ ബി.ജെ.പി മുൻ നേതാവ് ബിന്ദുവാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. കാരണം അടിച്ചു പൊളിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഭീഷണി മുഴക്കിയെന്നാണ് പരാതി. അതെ, ഞാൻ ബി.ജെ.പിയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം. ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്. അടിച്ചു എന്റെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. പാലക്കാട്ടേക്ക് പണം കൊടുത്തയച്ചത് ബിന്ദു ആണെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഗുരുതര ആരോപണം. ഇപ്പോൾ തെളിവുകൾ സഹിതമാണ് 24 ഈ ഓഡിയോ പുറത്തുവിടുന്നത്. അതിൽ രൂക്ഷമായ ഭാഷയിൽ ബിന്ദുവിനോട് സംസാരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ നമുക്ക് കേൾക്കാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ബിന്ദു പറഞ്ഞത്? അനുപ്, ഈ ഫോൺ കോളിലുള്ള ഭീഷണി അതീവ ഗുരുതരമാണ്. അതിൽ പണിക്കുറ്റം തീർത്ത് കളയും, കൊന്നുകളയും എന്നൊക്കെയുള്ള ഭീഷണികൾ തന്നെയാണ്. കരണമടിച്ചു പൊളിക്കും എന്നുള്ള ഭീഷണികളൊക്കെ തന്നെയാണ് ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രനിൽ നിന്ന് ഈ ബിന്ദു വിനയകുമാറിന് നേരിടേണ്ടി വന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാലക്കാട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ വോട്ടിന് പണം ആരോപണം. ആ ആരോപണത്തിന് പിന്നിൽ ബിന്ദുവാണ് എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഫോൺ കോളിൽ പറയുന്നത്. പാലക്കാട്ട് പണം നൽകാനെത്തിയ യുവതിയെ പറഞ്ഞയച്ചത് ബിന്ദു വിനയകുമാറാണ് എന്ന ഫോൺ കോളിൽ തന്നെ അവരോട് പറയുന്നുണ്ട്. ഒപ്പം ആലപ്പുഴ രജിസ്ട്രേഷനുള്ള കാറിലാണ് ആ സ്ത്രീ പണവുമായി പാലക്കാട് എത്തിയതെന്നും പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ബിന്ദു വിനയകുമാർ. ആ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല, പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ബിന്ദു പറയുന്നത്. നിലവിൽ ആലപ്പുഴ ബി.ജെ.പിയുടെ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗമാണ് ബിന്ദു വിനയകുമാർ. നേരത്തെ ഇതേ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം ഈ ശോഭാ പക്ഷം ആലപ്പുഴയിൽ ശക്തമായ സമയത്ത് ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഭാഗത്തിൽ ഒരാളാണ് താൻ എന്നും ബിന്ദു വിനയകുമാർ പറയുന്നുണ്ട്. അതിന്റെ വൈരാഗ്യമാണ് തന്നോടിപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ തീർക്കുന്നത് എന്നുള്ളതാണ് ബിന്ദുവിന്റെ പരാതി. എന്തായാലും ഈ ഫോൺ കോളിൽ പറഞ്ഞിരിക്കുന്ന ഭീഷണികൾ അതീവ ഗുരുതരമാണ്. അതിൽ ആണ് ഇപ്പോൾ നിലവിൽ ബിന്ദു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്നത്. തന്റെ കുടുംബത്തിനും തനിക്കും ജീവന് ഭീഷണി നൽകുന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നത്. അടിയന്തര നടപടി വിഷയത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് ബിന്ദു നൽകിയിരിക്കുന്ന പരാതി. ആലപ്പുഴ ബി.ജെ.പിയെ ശോഭാ സുരേന്ദ്രൻ പക്ഷം വിഴുങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി ഇവർ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ അരുൺ അനിരുദ്ധൻ അടക്കം ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആളാണ്. അവിടെ നേരത്തെ ഇതിനു മുമ്പ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടും ഈ അരുൺ അനിരുദ്ധനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചതടക്കം ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പക്ഷം ശക്തിയാർജിക്കുന്നുവെന്നും പാർട്ടിയുടെ യഥാർത്ഥ കരുത്ത് അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പരാതി. അതിന്റെ ഭാഗമായി തന്നെ ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന് എതിരായി പ്രവർത്തിക്കുന്ന താൻ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തി പാർട്ടിക്ക് പുറത്തേക്ക് കളയാൻ അവർ ശ്രമിക്കുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷം ബിന്ദു വിനയകുമാർ ഉൾപ്പെടെയുള്ള ആ പക്ഷത്തിനെതിരായി നിൽക്കുന്ന ആളുകളെ സമ്മതിച്ചില്ല എന്നുമാണ് ആരോപണം. എന്തായാലും അതീവ ഗുരുതരമായ ആരോപണമാണ് വോട്ടിന് പണം ആരോപണത്തിന് പിന്നാലെ ആ സംഭവത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത തന്നെ പോലും ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ച് ആരുടെയെങ്കിലും തലയിലേക്ക് ഈ പണം നൽകിയ കോഴ നൽകുന്ന സംഭവം കെട്ടിവെക്കാനാണ് ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്നുകൂടി ബിന്ദു വിനയകുമാർ തെളിവ് സഹിതം പരാതി പറയുകയാണ്. ഫോൺ സംഭാഷണം ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി വാട്സപ്പിൽ വിളിച്ചാണ് ഈ ഭീഷണി ശോഭാ സുരേന്ദ്രൻ മുഴക്കുന്നത്. വാട്സപ്പിൽ കോൾ റെക്കോർഡ് ഇല്ലാത്തതിനാൽ ഭർത്താവിന്റെ ഫോണിൽ ഓഡിയോ റെക്കോർഡ് ഓണാക്കിയാണ് ഈ ശബ്ദ സന്ദേശം, ഈ ഫോൺ റെക്കോർഡ് അവർ റെക്കോർഡ് ചെയ്ത നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഔദ്യോഗിക പരാതിയായി ഫോൺ റെക്കോർഡിന്റെ കോപ്പി സഹിതം നിലവിൽ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ജില്ലാ പോലീസാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ആ കാലം മുതൽ ആലപ്പുഴയിലെ പാർട്ടിയെ വിഴുങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം. ഒപ്പം അവർക്ക് ഒപ്പം നിൽക്കാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തി പാർട്ടിക്ക് പുറത്ത് കളയാനുള്ള ഇടപെടലുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ബിന്ദു വിനയകുമാർ ഇപ്പോൾ ഔദ്യോഗികമായി പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി സന്ദേശം കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അനു
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.